ഹലോ. ഹലോ. ചേച്ചി എത്തിയായിരുന്നോ? എത്തിയായിരുന്നു. ജിതിൻ എത്തിയായില്ലേ? ഞാനെത്തി. ഞാനിതാ കുറച്ച് സമയമായി ഇപ്പൊ ഇവിടെ വന്ന് ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുന്നു. ആ ആ ആ. ഞാൻ എത്തിയിട്ട് കുറച്ചു നേരമായി. ആ ചേച്ചി പിന്നെ ഹാപ്പി അല്ലേ? അതെ അതെ, ഹാപ്പി തന്നെ. ജിതിൻ ഹാപ്പി അല്ലേ? പിന്നെ പറയാനുണ്ടോ? ഉം. അല്ല, ചേച്ചിക്ക് വേറെ വയ്യായികയും കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലേ? ഏയ് ഇല്ല ഇല്ല, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. ഹാപ്പിയാണ്. വിചാരിച്ചതുപോലെയല്ല. ഓക്കെയാണ്. ഹസ്ബൻഡ് പിന്നെ വിളിച്ചായിരുന്നോ? ഇല്ല ഇല്ല, ചേട്ടൻ രാത്രിയേ വിളിക്കുള്ളൂ. ഡ്യൂട്ടിക്കായിരിക്കും ഇപ്പോൾ. ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷമേ വിളിക്കുള്ളൂ. പുള്ളിക്കാരൻ വിളിച്ചാ ഒന്ന് പുള്ളിക്കാരൻ്റെ അഭിപ്രായം കൂടി ഒന്ന് ചോദിച്ചു നോക്ക്. ജസ്റ്റ് ഒന്ന് അറിയാലോ. വിളിക്കുമ്പോൾ ചോദിക്കാം കേട്ടോ. പിന്നെ ഞാൻ ഈ ജിതിന് വിളിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് പറയാൻ വരുമായിരുന്നു ചേച്ചി. ചേച്ചി ഇനി ജിതിന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. ചേച്ചി ജിത്തുന്ന് വിളിച്ചാ മതി. അത് ഞാൻ ആദ്യം വിളിക്കാഞ്ഞെന്ന് വെച്ചാൽ അറിയാലോ, ഫസ്റ്റ് ടൈം എങ്ങനെയാ വിളിക്കേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് ജിതിൻ തന്നെ വിളിക്കാന്ന് വെച്ചത്. ഇപ്പൊ പിന്നെ നമ്മൾ കുറച്ചുകൂടി ഒരു അറിയാലോ, അതുകൊണ്ട്. അതെ, ഓ, ചേച്ചി ജിത്തുന്ന് വിളിച്ചാ മതി. ജിത്തുന്നല്ലേ ചേച്ചിക്ക് ഇഷ്ടമുള്ള എന്താന്ന് ചോദിച്ചോ, തെറി ഒഴുകി എന്ത് വേണേലും ചേച്ചി വിളിച്ചോ. ജിത്തുന്ന് വിളിക്കാ ഇനി മുതല്. ആ ജിത്തു ഭയങ്കര കോമഡി ആണല്ലേ ആള്. ഞാൻ ഫസ്റ്റ് കരുതി ഭയങ്കര, ഇന്നലെ സംസാരിക്കുന്നത് കേട്ടപ്പോ തോന്നി ആള് ഭയങ്കര സ്ട്രോങ് സ്ട്രിക്റ്റാന്ന് കരുതി. എന്തോ നല്ല കൂളായിട്ടൊക്കെ സംസാരിക്കുന്നാണല്ലോ. ഇന്നലത്തെ സംസാരം നോക്കണ്ട ചേച്ചി. അത് എന്റെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാ. ആ അതിന്ന് കണ്ടപ്പോ മനസ്സിലായി. ആഹാ. പിന്നെ ചേച്ചി ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. ആ, അതെന്ന് വെച്ചാ വേറെ ഒന്നുമില്ല ചേച്ചി. ഏ, ഞാൻ വിളിച്ചു കഴിഞ്ഞാ ചേച്ചി വരുവോ? വിളിച്ചാ കുഴപ്പമൊന്നുമില്ല, വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. വരാലോ. അല്ല, ഞാൻ വിളിച്ചാ വരുമെന്ന് ചോദിച്ചതിന്റെ ഒരർത്ഥം മനസ്സിലായല്ലോ. മനസ്സിലായി. മനസ്സിലായിട്ട് തന്നെയാ പറഞ്ഞത് വരാന്ന്. എന്ന് വെച്ചാ സാധാരണ ഞാൻ കാണുന്ന എന്നെ എൻ്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാരെ പോലെയല്ല ഞാൻ. എനിക്കെന്തോ ചേച്ചിനോട് എന്തോ ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ തോന്നിയ പോലെ എന്തോ, എനിക്കറിയില്ല അതെന്താണ്. അതെനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ. നിനക്ക് എപ്പോഴാ ടൈം എന്ന് വെച്ചാ നീ വിളിച്ചോ, ഞാൻ വരാം. ഏ, ഈ ഇങ്ങനെ വരുന്നതിനെ കൊണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡിന് എന്തെങ്കിലും ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം. ഞാൻ കാണാം, എനിക്ക് വേണ്ടി വിളിക്കുന്നയാന്ന് ഞാൻ പറഞ്ഞോളാം. ആ, പിന്നെ വേറെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ചോദിക്കാം. ഇതേപോലെ ഇടയ്ക്ക് കോള് ചെയ്യാൻ പറ്റുമോ? കോള് ചെയ്യാ, അത് ഞാനന്ന് ഏട്ടൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് പറയാം കേട്ടോ. അതെനിക്കെന്തോ അറിയില്ല, ചെയ്യുമ്പോ എന്താ പുള്ളിക്കാരെ പറയാന്നറിയില്ല. ഞാൻ ജസ്റ്റ് ചോദിക്കട്ടെ, ചോദിച്ച് കഴിഞ്ഞിട്ട് പറയാം. ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി. പക്ഷെ ഇത്രയൊക്കെ പുള്ളിക്കാരൻ അനുവദിച്ചിട്ട് പിന്നെ ഈ കോള് ചെയ്യുന്നതിന് എന്തെങ്കിലും പറയൂ? അറിയില്ല, ഇത് ചേട്ടന്റെ കണ്ണിലെന്ന് പറഞ്ഞാല് പോയാല് അതവിടെ കഴിഞ്ഞു എന്നുള്ള ഒരു ഭാവത്തിലാണ്. അപ്പോ കോള് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിയില്ല. ഞാൻ ജസ്റ്റ് ചോദിച്ചു നോക്കാം, ചോദിച്ചു കഴിഞ്ഞിട്ട് പറയാം നിന്റെ അടുത്ത്. ചേച്ചി അങ്ങനെ പറഞ്ഞാൽ മതി. എനിക്ക് എന്തോ ചേച്ചിയായിട്ടുള്ള ആ ഒരു കോണ്ടാക്ട് കളയാൻ തോന്നുന്നില്ല. മനസ്സിലായി. എനിക്കും അങ്ങനെ തന്നെയാ കേട്ടോ തിരിച്ചിട്ട്. എന്താ ചേച്ചി? കേട്ടില്ല. എനിക്കും അങ്ങനെ തന്നെയാ തിരിച്ചിട്ട്. എനിക്കെന്തോ നല്ല ഓക്കെ ആയി. വരുമ്പോ ഫസ്റ്റ് ഒരു പേടി ഉണ്ടായിരുന്നു, എങ്ങനെയാ ഇഷ്ടാവൂ എങ്ങനെയാന്നൊക്കെ. ഇപ്പൊ നല്ല ഹാപ്പിയാ. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതെന്ന് അറിയില്ല. നിനക്കെന്നെ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവല്ലോ, നിനക്ക് നല്ല ഓക്കെ ആയി. എനിക്ക് എനിക്ക് ഈ സംസാരം കേട്ടാൽ മനസ്സിലാവും ചേച്ചിയുടെ ആ ഉള്ളിലെ ആ ഒരു സന്തോഷം എനിക്ക് മനസ്സിലാവും. ഇതുവരെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ? ഇതുവരെയായിട്ട് ചേച്ചിക്ക് ഇതേപോലൊരു ഇതുണ്ടായിട്ടില്ലേ? ഇല്ല ഇല്ല, ഫസ്റ്റ് ടൈം ആണ്. ഇതുവരെ ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ടാ. ഞാൻ ചോദിച്ച അതല്ല, ഭർത്താവിന്റെ കൂടെ ഇങ്ങനൊരു ഒരു ഹാപ്പിനെസ് ഉണ്ടായിട്ടില്ലേ? ഇല്ല ഇല്ല, അതുണ്ടായിട്ടുണ്ട്. അങ്ങനെയല്ല,
ഇതുവരെ ഇങ്ങനെ പുറത്ത് വേറെ ആരുടെയും കൂടെ പോയിട്ടില്ലാന്നാ ഉദ്ദേശിച്ചത്. ഭർത്താവിന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ആ ആ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. പിന്നെ ചേച്ചി ഏഹ്, ചേച്ചിക്ക് എന്നെ തന്നെ വേണോ അല്ലേ ഇനി വേറെ ആരെയെങ്കിലും നോക്കുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, എനിക്കിത് തന്നെ മതി. അങ്ങനെ വേറെ വേറെ ആന്ന് ഞാൻ ആദ്യം ഒന്നും വിചാരിച്ചിട്ടില്ല. ഇപ്പൊ ഇനി തീരെ വിചാരിക്കുന്നില്ല. എനിക്ക് തന്നെ മതിന്നാണ് എൻ്റെ ഉള്ളില്. ഇനിയിപ്പം എൻ്റെ കൂടെ വേറൊരു പയ്യനെ കൂട്ടിയാലും കുറച്ചുകൂടി ഹാപ്പിനെസ് ആയിരിക്കും. ഞാൻ ജസ്റ്റ് എനിക്കറിയാവുന്ന ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ചേച്ചിക്ക് അങ്ങനെ വല്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞാൽ മതി. എൻ്റെ കൂടെ എനിക്ക് അറിയാവുന്നവരെ ആരെങ്കിലും ചേച്ചി പറഞ്ഞാൽ മതി. എങ്ങനത്തെ ഒരു ആളെ വേണമെന്നോ എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ചേച്ചിക്ക് ഞാൻ സെറ്റാക്കി തരാം. അങ്ങനെ വേണ്ട, അതിപ്പോ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. പിന്നെ എനിക്കെന്തോ നിന്നെ നന്നായിട്ട് ഇഷ്ടായി. അപ്പൊ ഇനി അതിന്റെ കൂടെ ഒരാളും കൂടി ഞാൻ അങ്ങനെ വേണ്ട. എന്തായാലും ഇത് മതി, എനിക്കിത് ഓക്കെയാണ്. ഉം. ആ ഓക്കെ ആണേ പിന്നെ വെറുതെ അത് കളയുന്നില്ലേ. ഞാൻ ചേച്ചീന്ന് വിളിക്കുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ചേച്ചിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ആൾക്കാർ വിളിക്കാനായിട്ട് എന്തെങ്കിലും ഒരു നിക്ക് നെയിം വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ പറ്റെങ്കിൽ പേര് വിളിച്ചോ, അതാവുമ്പോ കുറച്ചും കൂടി ഒരു നന്നായിരിക്കും തോന്നുന്നു. പിന്നെ തനിക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ വിളിച്ചോ. അല്ല ഞാൻ നമ്മളിപ്പോൾ ഇത്രയും ഏജ് ഗ്യാപ്പില്ല. അപ്പോൾ രമ്യാന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്നെക്കാളും മൂത്തതല്ലേ. ആ ഒരു എന്താ പറയുക ഇപ്പോൾ. ആ, തനിക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ ആ, ചേച്ചീന്ന് വിളിക്കുക, രമ്യാന്ന് വിളിക്കുക, രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങ് ആ, വിളിക്കാം. തന്റെ ഇഷ്ടം. ജിത്തുന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ഒരു അനിയത്തിയുണ്ട്. ഓ, അത് ശരി. ഉം. ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. പിന്നെ പിന്നെ ഉം, ജിത്തുവിന്റെ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട്. ഓ ചേരുന്നുണ്ടോ? ആ, നന്നായിട്ടുണ്ട്. ചേച്ചിക്കും സാരി നന്നായിട്ട് കൊള്ളാം. ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആ ഒരു സാരി എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ സാരി തന്നെ പറഞ്ഞത്. ഞാനങ്ങനെ സാരി എപ്പോഴും ഉടുക്കുന്ന ആളല്ല. ഞാനിങ്ങനെ എന്തൊക്കെ ഫംഗ്ഷൻ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ അത് ഇടാറുള്ളൂ. പിന്നെ ജിത്തുവിന് കാണണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇട്ടത്. എനിക്കും സന്തോഷമായിരുന്നു. ആ പിന്നെ പിന്നെന്താ ചേച്ചി, ചായ കുടിച്ചോ? ആ, ചായ കുടിച്ച്. അപ്പോൾ ഇനി എന്താ പരിപാടി? ഇനിയിപ്പോ കുറച്ച് പണിയുണ്ടാവും. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടന്നു കഴിഞ്ഞാല് ചേട്ടൻ വിളിക്കും. അത് കഴിഞ്ഞ് കിടക്കും. ചേട്ടൻ ഇങ്ങനെ നാട്ടിലേക്കൊന്നും വരാറില്ലേ? ഇല്ല, ചേട്ടൻ അങ്ങനെ വരില്ല. ഇപ്പോ ഒരു വർഷം 2 വർഷത്തെ ഒന്നും ലീവ് കിട്ടാറില്ല. അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു പകുതിയും ചേട്ടൻ ഉള്ളത് അങ്ങ് തന്നെയാണ്, പുറത്ത് തന്നെയാണ്. അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണേണ്ടി വന്നത് തന്നെ. അത് ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെയാണല്ലേ, ഈ ആഗ്രഹിച്ച സമയത്ത് ആളെ കിട്ടാണ്ട് നിൽക്കുക പറഞ്ഞാൽ. അയ്യോ, അത് വലിയ ബുദ്ധിമുട്ടാ. അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. അവസാനം ഞാൻ ഏട്ടനുമായിട്ട് സംസാരിച്ച് ഏട്ടൻ തന്നെ പറഞ്ഞതാണ്, എന്നാ ഓക്കെ പോയിക്കോ, ഇങ്ങനെ പോയിക്കോ. ഏട്ടൻ തന്നെ ആളായിട്ട് സംസാരിച്ച് കണ്ടുപിടിച്ച് തരാന്ന് പറഞ്ഞു ഇങ്ങോട്ടേക്ക് പറഞ്ഞതാ. ആ